തിരുവനന്തപുരത്ത് രണ്ടിടത്ത് ലഹരി സംഘത്തിന്റെ ആക്രമണം. അമ്പൂരിയിൽ വീട് ആക്രമിച്ച സംഘം പാസ്റ്ററെ വെട്ടി പരിക്കേൽപ്പിച്ചു. അമ്പൂരി സ്വദേശിയായ പാസ്റ്റർ അരുളിന് നേരെയായിരുന്നു ആക്രമണം. വെള്ളറടയിൽ കൺസ്യൂമർ ഫെഡ് ജീവനക്കാരിക്ക് നേരെയും ആക്രമണമുണ്ടായി. ഒരേ സംഘമാണ് രണ്ടിടത്തും ആക്രമണം നടത്തിയതെന്ന് പോലീസ് അറിയിച്ചു. അലമീൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അലമീൻ, എന്താണ് അഴിഞ്ഞാടുകയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സംഘങ്ങൾ എന്നതാണ് ഇപ്പോൾ പരക്കെ ഉയരുന്ന വിമർശനം. ഒരു തരത്തിലുള്ള നിയന്ത്രണവും ചില കൊട്ടേഷൻ സംഘങ്ങൾക്കില്ല. ചിലർ തൃശ്ശൂരിൽ ആവേശത്തിൽ റീലെടുക്കുന്നു, ചിലർ തിരുവനന്തപുരത്ത് പട്ടാപ്പകൽ വെട്ടിക്കൊല്ലുന്നു, ഇപ്പോൾ പാസ്റ്റർക്ക് നേരെ ആക്രമണം നടത്തുന്നു, യുവതിക്ക് നേരെ ആക്രമണം നടത്തുന്നു. കൊട്ടേഷൻ സംഘങ്ങളുടെ മേലുള്ള പോലീസിന്റെ ഒരു നിയന്ത്രണം നഷ്ടമാവുകയാണോ? അവരുടെ തിരുവനന്തപുരത്ത് വെള്ളറടയ്ക്ക് സമീപം ഈ നടന്ന സംഭവങ്ങൾ അത് ഒരേ സംഘമാണ്. ഇന്നലെ രാത്രി ഏതാണ്ട് 8:30 മുതൽ 12:30 വരെ ആ സമീപ പ്രദേശങ്ങളിൽ അക്ഷരാർത്ഥത്തിൽ അഴിഞ്ഞാടി എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന വിവരം. ലഹരിക്കടിമകളായിരുന്നു എന്ന് മാത്രമല്ല, ഇത് സംബന്ധിച്ച് പോലീസിന് ഇതുവരെ പക്ഷേ പരാതി ലഭിച്ചിട്ടില്ല. പക്ഷേ പോലീസ് അന്വേഷിച്ചപ്പോൾ വ്യക്തമാകുന്നതും പോലീസ് നൽകുന്ന മറുപടിയും ഏതാണ്ട് 22 വയസ്സിനും 20 വയസ്സിനും ഒക്കെ താഴെയുള്ള കുട്ടികളാണ്, അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള ആളുകളാണ് ഇന്നലെ ഈ വെള്ളറട പരിസരത്ത് അഴിഞ്ഞാട്ടം നടത്തിയത് എന്നുള്ളതാണ്. ഇവർ മദ്യപിച്ച് ലക്കുകെട്ട് റോഡിലിറങ്ങി നിൽക്കുന്നു. റോഡിലൂടെ കണ്ണിന്റെ മുന്നിൽ കൂടി വരുന്നവരെ തടഞ്ഞു നിർത്തുന്നു, അവരെ അസഭ്യം പറയുന്നു, അവരിൽ നിന്ന് പണം പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു, അവരെ ആക്രമിക്കുന്നു. അങ്ങനെ വ്യാപകമായ രീതിയിലുള്ള ഒരു അഴിഞ്ഞാട്ടമാണ് ഇന്നലെ വെള്ളറടയിലും അമ്പൂരിയിലും ആ പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഏതാണ്ട് 2-3 മണിക്കൂർ നേരം രാത്രിയിൽ നടന്നത് എന്നുള്ളതാണ്. ഇതിനെ ചോദ്യം ചെയ്യാനും ഇവരെ തടയാനും ശ്രമിച്ച ആളുകൾക്ക് നേരെ വലിയ രീതിയിൽ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു. ഈ ആക്രമണത്തിലാണ് അമ്പൂരിയിലെ പാസ്റ്ററായ അരുളിന് നേരെയും ആക്രമണമുണ്ടായി. അദ്ദേഹത്തിന്റെ വീട് ആക്രമിച്ചു, വീടിന്റെ ജനൽ ചില്ലുകളൊക്കെ തല്ലി തകർത്തു, വീടിനുള്ളിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് തടയുന്നു, ബൈക്ക് തകർക്കുന്നു. മാത്രമല്ല, ഈ പാസ്റ്ററുടെ കഴുത്തിന് നേരെ അവർ വാളോങ്ങി എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ഇത് തടയാൻ ശ്രമിക്കുമ്പോൾ ചെവിക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഒരു കൺസ്യൂമർ ഫെഡ് ജീവനക്കാരിയും ഭർത്താവും ഈ ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അവരെ തടഞ്ഞു നിർത്തുന്നു, അവരെ അസഭ്യം പറയുന്നു, അവരെ ആക്രമിക്കുന്നു. ഈ ആക്രമണം തടയാനെത്തിയ ആളുകളെ കൂട്ടത്തോടെ ആക്രമിക്കുന്നു. അങ്ങനെ ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ, ആർക്കും പിടിച്ചു നിർത്താൻ പറ്റാത്ത വിധത്തിൽ ലഹരിക്ക് അടിമപ്പെട്ട് അഴിഞ്ഞാടിയ ഒരു സംഘമാണ് ഇന്നലെ വെള്ളറട പരിസരത്ത് ആളുകളുടെ ഉറക്കം കെടുത്തിയത് എന്നുള്ളതാണ് ഏറെ പ്രധാനം. തൊട്ട് മുമ്പ് പോലീസുമായി സംസാരിക്കുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ആരും പരാതി നൽകിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. അതിനുശേഷം അല്പം മുമ്പെങ്ങാനും പരാതി ലഭിച്ചെങ്കിലേ ഉള്ളൂ. ഏതായാലും 20 വയസ്സിന് 22 വയസ്സൊക്കെ പ്രായമുള്ള കുട്ടികളാണ്, അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ളവരാണ് ഈ സംഘത്തിലുണ്ടായിരുന്നവർ. ബൈക്കിൽ ഇങ്ങനെ കറങ്ങി നടന്ന് പല മേഖലകളിലും അതിക്രമം നടത്തുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. എന്ന് മാത്രമല്ല, ഇതിലൊരു ബൈക്ക് വഴിയിൽ ഉപേക്ഷിച്ച് നിലയിലിപ്പോൾ കണ്ടെത്തുകയും ചെയ്തു. ഈ ബൈക്കുകൾ മോഷ്ടിച്ചു കൊണ്ടുവന്നതാണോ എന്ന് പോലും സംശയമുണ്ട്. ഈ സംഘങ്ങൾ, ഈ അഴിഞ്ഞാടിയ സംഘങ്ങൾ ഒന്നിച്ച് ഒരു വീട്ടിൽ താമസിച്ചിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന മറ്റൊരു വിവരം. ഏതായാലും ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് വ്യാപിപ്പിച്ചിട്ടുണ്ട്. പരാതി വൈകാതെ ലഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ. പ്രദേശത്തെ ആളുകളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള അമർഷം ഇതിലൂടെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇന്നലെ രാത്രി 8:30 മുതൽ ആരംഭിച്ച ഈ അതിക്രമവും അഴിഞ്ഞാട്ടവും ഏതാണ്ട് 12 മണി വരെ തുടർന്നു. പക്ഷേ പോലീസിനെ പലപ്പോഴും അറിയിച്ചിട്ടും പോലീസ് എത്തിയില്ല എന്നുകൂടി ഈ ആളുകൾ പറയുന്നുണ്ട്. അത് സംബന്ധിച്ച് പോലീസിൻ്റെ ഒരു വിശദീകരണം, അവരുടെ ഒരു ഭാഗമൊന്നും ലഭിച്ചിട്ടില്ല. ഏതായാലും ഇന്നലെ വെള്ളറട പരിസരത്ത്, അമ്പൂരി പരിസരത്ത് ആളുകളുടെ ഉറക്കം കെടുത്തുന്ന തരത്തിലുള്ള ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ് ഈ ലഹരിക്കടിമപ്പെട്ട് മദ്യപിച്ച് ലക്കുകെട്ടൊരു വിഭാഗം നടത്തിയതെന്ന കാര്യത്തിൽ സംശയമില്ലായിരുന്നു. ഓക്കെ അല്ലമീൻ, തീർച്ചയായിട്ടും പോലീസ് അതിന്മേൽ നടപടി എടുക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഭയമായി കഴിഞ്ഞിരിക്കുന്നു. പലയിടങ്ങളിലും കൊട്ടേഷൻ സംഘങ്ങൾ വിലസിക്കൊണ്ടിരിക്കുകയാണ്. പല സിനിമകൾക്കും അതിൻ്റെ മാതൃക അനുകരിച്ചുകൊണ്ടാണ് അവർ ഈ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുന്നത്. ഭീതി